നമസ്കാരം. മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. S&P 0.28%, അതോടൊപ്പം തന്നെ നാസ്ഡാക്ക് 0.34% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഒരു റെക്കോർഡ് ഹൈ നിലവാരത്തിൽ നിന്ന് എല്ലാവരും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മാറി എന്നുള്ളതാണ് കാരണം. കഴിഞ്ഞ ദിവസം ജെറോം പവലിൻ്റെ സ്പീച്ച് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള അൺസർട്ടനിറ്റീസാണ് പുറത്തു വന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് ഇപ്പോഴും ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ചലഞ്ചായിട്ട് നിൽക്കുന്നു. ലേബർ മാർക്കറ്റിലും ചലഞ്ചസ് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ US മാർക്കറ്റിലുണ്ടായിരിക്കുന്ന റാലി എല്ലാം തന്നെ ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു കമൻറ്റും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിൻ്റെ തുടർന്നുണ്ടായിരുന്ന പെർഫോമൻസ് ബുക്കിംഗ് ആണ് കഴിഞ്ഞ ദിവസം US ഇൻഡെക്സസുകളിൽ ഉണ്ടായത്. സമാന രീതിയിലുള്ള കറക്ഷൻ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റിലും ഉണ്ടായത്. ഡാക്സ് ഏകദേശം 0.2% അപ്പായിട്ട് ക്ലോസ് ചെയ്തപ്പോൾ മറ്റ് ഇൻഡെക്സസുകളായിട്ടുള്ള കാക്കും ഡാക്സും 0.5%-ലധികം ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിനെ വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ഇൻഡെക്സസുകളിലില്ല. ഹാങ്സങ് മാത്രം 0.17% അപ്പായിട്ട് ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ നിഫ്റ്റി ഏകദേശം 50 പോയിൻറ്റിൻ്റെ ഡൗൺ ട്രെൻഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. സമാന രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ് നിഫ്റ്റിയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾ, പോസിറ്റീവ് കമൻറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കൂടുതൽ ഫണ്ട് ഇൻഫ്യൂഷൻ വരുന്നു എന്നുള്ളതാണ്. 70,000 കോടി രൂപയുടെ പാക്കേജുകളാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് പ്രകടമാകാനുള്ള സാധ്യതയുണ്ട്. GRSE, കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതോടൊപ്പം തന്നെ മസഗോൺ ഡോക്ക് എന്നിങ്ങനെയുള്ള കമ്പനികളിലെല്ലാം തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നിയന്ത്രിക്കപ്പെടുന്ന മെഡിക്കൽ കോളേജുകളുടെ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 10,000 കോടി രൂപയുടെ പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സുകളെല്ലാം മാനേജ് ചെയ്യുന്ന കമ്പനികൾ, മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആ കമ്പനികളിലും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം RBIയുടെ മന്ത്ലി ബുള്ളറ്റിൻ GST റിഫോംസിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അത് അടുത്ത ക്വാർട്ടർ റിസൾട്ടുകളിലെല്ലാം പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. RBIയുടെ പോളിസി മീറ്റിങ്ങും അടുത്തയാഴ്ച വരുന്നുണ്ട്. അതിലും അത്തരത്തിലുള്ള പോസിറ്റീവ് കമൻറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ഉണർവിനുള്ള സാധ്യതകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഫെസ്റ്റിവൽ ബോണസ്, റെയിൽവേ സെഗ്മെൻറ്റിൽ അടക്കമുള്ള ഫെസ്റ്റിവൽ ബോണസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദസറ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അതോടൊപ്പം തന്നെയുള്ള ഫെസ്റ്റിവൽ ബോണസിനോടൊപ്പം തന്നെ GST കട്ടുകൂടി വന്നിരിക്കുമ്പോൾ കൺസപ്ഷൻ മേഖലയിലേക്ക് കൂടുതൽ സ്പെൻഡിങ് വരാനുള്ള സാധ്യതകളും ഉണ്ട്. എങ്കിൽ കൂടി നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയുന്ന കഴിഞ്ഞ 2 ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിലെല്ലാം വളരെ ക്രൂഷ്യലാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ 25,020 എന്ന റേഞ്ചുകളിൽ നിഫ്റ്റി സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു റിക്കവറി ഉണ്ടായി. പക്ഷേ അത് കൺസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നില്ല. 25,050 അടുത്താണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മിക്കവാറും ആ ലെവലിന് താഴെയായിരിക്കും നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ടാവുക. 25,000 താഴെ ഒരു ക്ലോസിംഗ് ആണ്